ഇപ്പോൾ രവിയേട്ടൻ കമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ദാസേട്ടന് വേണ്ടിയിട്ടുള്ള പാട്ടാണെന്നുള്ളതാണ് തീർച്ചപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അത് വേറെ ആരെങ്കിലും പാടാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചോളം വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും ചില സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ വിഷ്ണുലോകം എന്ന് പറഞ്ഞ പടത്തിൽ രവീന്ദ്ര മാഷ് ട്യൂൺ ചെയ്തപ്പോൾ അന്ന് ദാസേട്ടൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ ഇതായിട്ട് എല്ലാ പാട്ടുകളും ശ്രീകുട്ടൻ പാടേണ്ട ഒരു അവസ്ഥ. ശ്രീകുട്ടൻ നന്നായിട്ട് പാടിയിട്ടുണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷേ കമ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പാട്ടുകളൊക്കെ ദാസേട്ടൻ പാടുന്നു എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് രവീന്ദ്ര മാഷ് പറഞ്ഞു ദാസേട്ടനല്ല പാടുന്നത്, ശ്രീകുട്ടനാണ്. ഞാൻ പറഞ്ഞു പക്ഷേ രവിയേട്ടൻ പാടായിരുന്നത്, കാരണം രവിയേട്ടൻ പാടുമ്പോൾ നമുക്ക് ദാസേട്ടനെ തോന്നുന്നുള്ളൂ. നിങ്ങൾ പാടായിരുന്നത്, ഞാനതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഹാർമോണിയം വെച്ചിട്ട് പാടുമ്പോൾ ദാസേട്ടൻ പാടണമെന്ന് നമുക്ക് തോന്നും. നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിച്ച് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വേഷത്തിൽ പോലും ഇവിടെ പറയണ്ടായി ദാസേട്ടനെ കൊണ്ട് ആവാഹിച്ചിട്ട് വെള്ളയും ഇടുന്ന ഒരവസ്ഥയിൽ വരെ എത്തിയെന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അവർ രണ്ട് ശരീരം എനിക്ക് ആണെങ്കിലും ഒരു മനസ്സുപോലെ മറ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയാലും ദാസേട്ടനായിട്ടുള്ള ബന്ധം വളരെ ഇതാണ്. ഇവർ ഫ്രണ്ട്സാണ്. പക്ഷേ ഫ്രണ്ട്സിനപ്പുറത്ത് രവിയേട്ടന് ദാസേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നു, ഒരു ആരാധന ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് അപൂർവമായിട്ടുണ്ടാവുള്ളൂ. സാധാരണ നിലയ്ക്ക് നമുക്കറിയാം ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന പാട്ട് പാടുന്ന പാട്ടുകാരനാണ് എന്നുള്ളൊരു തോന്നൽ പല മ്യൂസിക് ഡയറക്ടേഴ്സുണ്ട് നമുക്ക്. ഒരിക്കലും രവിയേട്ടന് അതുണ്ടായിട്ടില്ല.